GHS ചട്ടുകപ്പറ 98 SSC ബാച്ചിലെ കൂട്ടുകാരും ബാക്ക് ബെഞ്ചേഴ്സും ചേർന്ന് സംഘടിപ്പിച്ച പ്രോഗ്രാം കണ്ണൂർ ജില്ലാ ഓഡിറ്റോറിയമായ ചട്ടുകപ്പാറയിൽ ആരൂഢത്തിൽ നടന്നു. അധ്യാപകനായിരുന്ന ശ്രീ അച്യുതൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. അച്യുതൻ മാസ്റ്ററുടെ സഹധർമ്മിണിയായ അധ്യാപികയായ ശ്രീമതി രാധാമണി ടീച്ചർ ചടങ്ങിൽ വിശിഷ്ടാതിഥിയായിരുന്നു. ചട്ടുകപ്പാറയിലെ 98 ബാച്ചിലെ SLC കൂട്ടായ്മയുടെ മക്കളുടെ അനുമോദന ചടങ്ങിൽ എത്തിച്ചേർന്ന അധ്യാപകനായ അച്യുതൻ മാസ്റ്റർക്ക് ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് നമുക്ക് കേൾക്കാം. 98 SLC ബാച്ച് നമ്മുടെ പൊതുവെ റിസൾട്ടിൻ്റെ കാര്യത്തിലും അത് തുടർന്നുള്ള കർമ്മപരിപാടിയുടെ ഭാഗമായിട്ടുള്ള പ്രവർത്തനത്തിലുമൊക്കെ മെച്ചപ്പെട്ട ഒരു നിലയായിരുന്നു ഉണ്ടായിരുന്നത്. അത് ഇന്നും ഇവർ തുടർന്ന് വരുന്നു. ഇപ്പോൾ ഞാൻ തന്നെ പങ്കെടുക്കുന്നത് 3ാമത്തെ പ്രാവശ്യമാണ്. അവരാ കൂട്ടായ്മ നല്ല രീതിയിൽ വളരെ മാതൃകാപരമായി സംഘടിപ്പിക്കുന്നു. ഇന്നിപ്പോൾ ഇവിടെ ഞാൻ എത്തിച്ചേർന്നത് അവരുടെ മക്കൾക്ക് SSLC, +2, LSS, USS ഇവരിലൊക്കെ അവാർഡ് നേടിയവർക്ക് ഒരു ആദരവ്, അവരൊരു പ്രത്യേകമായ മൊമെൻറ്റോ, പ്രത്യേക സർട്ടിഫിക്കറ്റ് ഇതൊക്കെ വിതരണം ചെയ്യാൻ വേണ്ടിയാണ്. ഈ കൂട്ടായ്മ മാതൃകാപരമാണ്. മറ്റ് എല്ലാ വിഭാഗത്തിനും, പ്രത്യേകിച്ചും നമ്മുടെ ഈ സ്കൂളിലുള്ള പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മകളിൽ മികച്ച് നിൽക്കുന്ന ഒരു ഗ്രൂപ്പ് എന്ന രീതിയിൽ പ്രത്യേകം അഭിനന്ദനം അർഹിക്കുന്നുണ്ട്. GHS ചട്ടുകപ്പറ 98 SLC ബാച്ചിലെ കൂട്ടുകാരും ബാക്ക് ബെഞ്ചേഴ്സ് ചേർന്ന് സംഘടിപ്പിച്ച പ്രോഗ്രാം കണ്ണൂർ ജില്ലാ ഓഡിറ്റോറിയമായ ചട്ടുകപ്പാറയിൽ ആരൂഢത്തിൽ നടന്നു. അധ്യാപകനായിരുന്ന ശ്രീ അച്യുതൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. അച്യുതൻ മാസ്റ്ററുടെ സഹധർമ്മിണിയും അധ്യാപികയുമായ ശ്രീമതി രാധാമണി ടീച്ചർ ചടങ്ങിൽ വിശിഷ്ടാതിഥിയായിരുന്നു. ചടങ്ങിൽ 98 ബാച്ചിലെ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ സഹപാഠികളുടെ മക്കൾക്കും വാക്കുകൾ കൊണ്ട് ഇതിഹാസം രചിക്കുന്ന കവി, ബാച്ചിന്റെ അഭിമാനമായ ജിജിൽ, പ്രിയങ്കരനായ ഡോക്ടർ ദേവരാജിനെയും സർവീസിന് വിരമിച്ച സൈനികൻ സജീവിനെയും എഴുത്തുകാരനായ റഫായത്ത് എന്നിവരെയും ചടങ്ങിൽ ഫലകം നൽകി അനുമോദിച്ചു. ചടങ്ങിൽ ജിജിൽ KV അധ്യക്ഷനും ബീന KV സ്വാഗതവും പറഞ്ഞു. സജിത്ത്, അനീഷ്, ഷനോജ്, ശ്യാംകുമാർ, റിജു എന്നിവർ ആശംസ അർപ്പിച്ചുകൊണ്ട് സംസാരിച്ചു. അറിവ് നേടിയിരിക്കുകയാണ്. 999 കാര്യങ്ങൾ കൊണ്ട് ഫിലമെന്റ് നിർമ്മിക്കാൻ വേണ്ടി കഴിയില്ല എന്നുള്ള അറിവ് നമ്മൾ നേടിയിട്ടുണ്ട്. ഫിലമെന്റ് കണ്ടുപിടിക്കേണ്ടുന്ന ഉപകരണം, വസ്തു, അത് മറ്റെവിടെയോ ഉണ്ട്. അത് കണ്ടെത്തുന്നത് വരെ നമുക്ക് ഈ പരീക്ഷണം തുടർന്നേ മതിയാവുന്നതാണ്. അങ്ങനെയാണ് വെളിച്ചം നിർവഹിച്ച് നമ്മൾ ഇവിടെ ഇരിക്കുമ്പോൾ ഈ ബൾബ് പ്രകാശിക്കുമ്പോൾ ആ ഒരു പരീക്ഷണ നിരീക്ഷണങ്ങൾ പരാജയത്തിന്റെ എല്ലാ അറ്റത്തും സഞ്ചരിച്ചിട്ടും വീണ്ടും വീണ്ടും കണ്ടെത്താനുള്ള അന്വേഷണത്തിനുള്ള ത്വരയുള്ളത് കൊണ്ട് മാത്രമാണ് ഈ വെളിച്ചം കണ്ടെത്തിയത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇപ്പോ നീറ്റിന്റെ എക്സാം എഴുതുന്ന ആള് ഉദ്ദേശിച്ചിട്ടുണ്ടോ? കൂട്ടുകാരിൽ നിന്ന് അപ്പൊ എത്രയായുള്ളൂ? 4ൽ 3 ആയിട്ടുള്ളൂ. ഭാഗം കാലക്രമേണ അറിവിന്റെ അവസാന ഭാഗം ഇനിയും പൂർത്തിയായിട്ട് ഞാനിപ്പോ സർവജ്ഞനല്ല. ഞാൻ 3/4 ഭാഗം മാത്രമേ എനിക്ക് അറിവുള്ളൂ. ബാക്കി ഭാഗം എന്തായാലും ഇങ്ങനെ ഒത്തുകൂടാൻ ഒരു മനസ്സ് വെച്ച നിങ്ങളുടെ മനസ്സിനെ ആദ്യമായി ബഹുമാനിക്കുന്നു. അതെ, അപ്പോ ഇന്നത്തെ പരിപാടി ഇങ്ങനെ ഒരു നല്ല മനസ്സ് വെച്ച നിങ്ങളുടെ പരിപാടി അങ്ങേയറ്റം ശ്ലാഘനീയമാണ് എന്ന് പറഞ്ഞുകൊണ്ടും ഈ ഇത്രയും വലിയൊരു സാന്നിധ്യം ഇവിടെ കാഴ്ചവെച്ച നിങ്ങൾക്ക് പ്രത്യേക നന്മ വരട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. എന്റെ മുമ്പിൽ ഇരിക്കുന്ന സ്നേഹനിധികളായ കുട്ടികളെ, വേദിയിലിരിക്കുന്ന ബഹുമാന്യരും സ്നേഹസമ്പന്നരുമായ കുട്ടികളെ, അച്യുതമാഷ് വലിയൊരു പ്രസംഗം കഴിഞ്ഞ അവസ്ഥയിൽ എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. എങ്കിലും എൻ്റെ ശബ്ദം
എങ്ങനെയുണ്ട് എന്ന് നിങ്ങളൊന്ന് കേൾക്കട്ടെ എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. പിന്നെ എന്നെ കുറിച്ച് ഒരു 2-3 വാക്കുകൾ പറയണമെന്നുണ്ട്. ഞാൻ ഈ നാട്ടുകാരിയല്ല, അല്ല, ഞാൻ ജനിച്ചതും വളർന്നതും ഒക്കെ കോട്ടയം ജില്ലയിൽ പൊൻകുന്നം എന്ന് പറയുന്ന സ്ഥലത്താണ്. പൊൻകുന്നം ഗവൺമെന്റ് ഹൈസ്കൂളിലാണ് ഞാൻ പഠിച്ചത്. പിന്നെ എന്തുകൊണ്ട് ഇവിടെ വന്നു എന്ന് ചോദിച്ചാൽ, പഠിച്ച് ബിഎഡൊക്കെ കഴിഞ്ഞ് ആപ്ലിക്കേഷൻ കൊടുത്തത്, ജോലിക്ക് വേണ്ടി PSCക്ക് കൊടുത്തത് കണ്ണൂർ ജില്ലയിലാണ്. കണ്ണൂർ ജില്ലയിൽ കൊടുക്കാനുള്ള കാരണം അടുത്തതായി ആശംസകൾ നമ്മുടെ പ്രിയപ്പെട്ട സജിത്താണ്. സജിത്തിനെ ക്ഷണിക്കാം. കാലത്തിന്റെ കലണ്ടർ എത്ര താളുകൾ മറിച്ചാൽ സൗഹൃദത്തിന്റെ മഷിമായി ആ മധുരസ്മരണകൾ ആശംസകളുടെ നിറം പകരാൻ എത്തുന്ന നമ്മുടെ പ്രിയ സഹപാഠിയായ സജിത്തിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട ഉദ്ഘാടകൻ അച്യുത മാസ്റ്റർ, അതുപോലെ ഇന്നത്തെ വിശിഷ്ട അതിഥികളായ നമ്മുടെ കുട്ടികൾ, സഹപാഠികളെ, ഇത് കേൾക്കുന്നില്ലേ? അച്യുതൻ മാസ്റ്റർ വളരെ വിശദമായിട്ട് തന്നെ സമയമെടുത്തുകൊണ്ട് അച്യുതൻ മാസ്റ്റർ പഠിക്കുന്ന സമയം മുതൽ ആദ്യ കാലഘട്ടങ്ങളിലെ വിദ്യാഭ്യാസ സമ്പ്രദായം ഉൾപ്പെടെ പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ വിജയികളെ വരവേറ്റത്. അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങളൊന്നും പരാമർശിക്കുന്നില്ല.